ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണം. ഈ ഒരു പൊലയാടി മോള് കാരനെ ഒരു കുടുംബം കണ്ണീര് കുടിച്ചോണ്ട് നിൽക്കുകയാണ്. പയ്യന്നൂരിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിലുണ്ടായ ഒരു ചെറിയൊരു വിഷയം കാരണം ഈ ഒരു തന്തക്ക് പറക്കാത്ത മോള് അത് വീഡിയോ പിടിച്ചും കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് ആ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്നു. ഇവള് ഈ ഒരു ബസ്സിലെ വീഡിയോ പിടിച്ചതിന് ശേഷം പിറ്റേന്ന് വന്ന് ന്യായീകരിക്കുന്ന ഒരു വീഡിയോസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇവള് പറയുന്നുണ്ട്, ഈ തന്തക്ക് പറക്കാത്ത ഈ മോള് പറയുന്നുണ്ട്, ഞാൻ വ്യൂസിന് വേണ്ടി ചെയ്തതല്ലെന്ന്. ഈ ഒരു വീഡിയോസ് ഉണ്ടല്ലോ ബസ്സിലുള്ള ആ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഇവള് മനഃപൂർവ്വം ആ ഒരു വ്യക്തിൻ്റെ അടുത്തേക്ക് ഈ ഒരു വീഡിയോസ് പിടിക്കാനായിട്ട് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തി ഈ ഒരു സംഭവം അറിഞ്ഞിട്ടും കൂടെ ഇല്ല. ആ വ്യക്തിൻ്റെ ആ നൃത്തം കണ്ട, ആ ബസ്സിലുള്ള നൃത്തം കണ്ടാൽ ആലോചിക്കേണ്ട ഒരു മനസ്സിലാവും വേഗം. പിന്നെ ഇതിൽ വേറെ ഒരു കഥയും കൂടെ ഉണ്ട്. ഇങ്ങനൊക്കെ ഈ ബസ്സിൽ ടച്ച് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓല് രണ്ട് കൽപ്പിച്ചേ നടക്കുള്ളൂ. ഓല് ഇതേമാതിരി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനൊന്നും ഇങ്ങനത്തെ വ്യക്തികൾ നിൽക്കൂല. ഈ ഒരു കാര്യത്തിൽ തന്നെ അയാളെ ഭാഗത്ത് 100% സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അയാൾ ഈ ഒരു വ്യക്തിയുടെ മരണം കാരണം. അല്ലാത്തൊരു കാരണവശാലും ഇങ്ങനത്തെ കേസിന് ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ റീച്ചിന് വ്യൂസിന് വേണ്ടിയല്ല അവൾ ഈ ഒരു വീഡിയോ ചെയ്തതാണ് പറയുന്നത്. വ്യൂസിന് വേണ്ടിയല്ലെങ്കിൽ നിനക്ക് ഈ ഒരു വ്യക്തിൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണെങ്കിൽ നീ എന്തേ ചെയ്യേണ്ടി അറിയോ? തന്തക്ക് പറക്കാത്ത മോളെ അങ്ങനെ തന്നെ വിളിക്കും. ഉള്ളത് പറഞ്ഞതെത്താ, ഈ ഒരു വീഡിയോ ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം എൻ്റെ കയ്യും കാല് തരുത്ത് വരിക. എൻ്റെ നാട്ടിലെങ്ങനെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, എന്നെ തല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പുരയിൽ വന്നും കഴിഞ്ഞ് 4 പൊലിയാർത്തരം ഞാൻ വിളിച്ചെറിയിനി. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്ത് കേസ് ആരും വേണ്ടില്ല, എന്ത് കോടതി ആരും വേണ്ടില്ല. മനസ്സിലായില്ലേ? അരീക്കോട് വെള്ളരി പഞ്ചായത്തിലുള്ളല്ലേ, അവിടെയുള്ള നാട്ടുകാർ വലിയ മോശമില്ല എന്നുള്ളത് വിചാരിക്കുന്നു. ഏതായാലും ഈ ഒരു വീഡിയോസ് കാണുന്ന ഈ മരിച്ച വ്യക്തിൻ്റെ ഏതെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷണം കെട്ട ഈ തന്തക്ക് പറക്കാത്ത ഈ മോളെ ഈ ജയിലിൽ കയറ്റണം. കോടതി കയറി ഇറങ്ങിയിട്ട് ഇവക്ക് ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാനുള്ള പൂതി ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരാഴ്ച ഈ ഒരു സംഭവം കറങ്ങി തിരിഞ്ഞ് കളിക്കൂ, അത് കഴിഞ്ഞാൽ എല്ലാവരും ഇതായിട്ട് മറക്കും. പക്ഷേ ഈ ഒരു മരിച്ച വ്യക്തിൻ്റെ കുടുംബങ്ങൾ ഈ ഒരു തന്തക്ക് പറക്കാത്ത മോളെ വിടരുത്. അത് നിയമത്തിന് മുമ്പിൽ ഇനി ഏത് അറ്റം വരെ പോണ്ടി വന്നാലും അത് വരെ നിങ്ങൾ പോവുക. കാരണം എന്താ അറിയോ, ഇത് ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ നടക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനും എല്ലാവരും ചെയ്യുന്ന ഓരോ പരിപാടികൾ.